എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലുജ്യൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് മൊഹിറ്റോ പല രൂപത്തിലുള്ള മൊഹിറ്റോകൾ നമ്മൾ കുടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് ഒരു മിക്സ് ഫ്രൂട്ട് മൊഹിറ്റോയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് മൊഹിറ്റോയാണ്, എസൻസ് ഒന്നുമല്ല. അപ്പോൾ എങ്ങനെ നമുക്കത് അടിക്കാമെന്ന് നോക്കാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒക്കെ വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ച് പറയാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പോൾ മിക്സ്ഡ് മൊഹിറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള അനാർ എടുക്കുകയാണ്. രണ്ട് അനാറാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഏകദേശം 3 മിക്സ്ഡ് മൊഹിറ്റോകളാണ് അടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏതെങ്കിലും നല്ല കനമുള്ള സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ സ്കൂപ്പർ പോലത്തത് കൊണ്ട് മുകളിൽ അനാറിൻ്റെ മുകളിൽ തട്ടിക്കൊടുത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ കുരു വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഏകദേശം ഒരു 3 പീസോളം അനാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റൊരു വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുസമ്പി. ആ മുസമ്പി നമ്മൾ എടുക്കുന്നുണ്ട്. 2 മുസമ്പിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള മുസമ്പിയാണ് എടുക്കുന്നത്. അതും വീഡിയോയിൽ കാണുന്ന പോലെ 4 ഇതളുകളാക്കിയിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ തൊലി നമുക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അടുത്തത് ഓറഞ്ച്, ഒരു 2 ഓറഞ്ച് 3 മൊഹിറ്റോയിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ തൊലിയിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്. അപ്പോൾ 3 ഫ്രൂട്ടോളം ഇപ്പോൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് ഗ്രേപ്പ് ജ്യൂസ് മുന്തിരി, ഒരു 150-200 ഗ്രാം ജ്യൂസ് മുന്തിരി നമുക്കെടുക്കാം. അപ്പോൾ 4 ഫ്രൂട്ടുകളുടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൊഹിറ്റോയാണ് നമ്മളിന്ന് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മൊഹിറ്റോ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി ഓരോ ഫ്രൂട്ടും നമ്മൾ അടിച്ചെടുക്കുകയാണ് മിക്സിയിൽ അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫ്രൂട്ടിലും നമ്മൾ ഷുഗറോ അല്ലെങ്കിൽ വെള്ളമോ ആദ്യം ചേർക്കുന്നില്ല, അതിൻ്റെ നീര് മാത്രമാണ് എടുക്കുന്നത്. ഓറഞ്ച്, മുസമ്പി ഇവകളിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ 4 ഫ്രൂട്ടിൻ്റെയും അനാർ, മുസമ്പി, ഗ്രേപ്പ്, ഓറഞ്ച് ഈ 4 ഫ്രൂട്ടിൻ്റെയും നീര് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊഹിറ്റോ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഐസ് ക്യൂബ്സ് അത് അത്യാവശ്യം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ഫ്രൂട്ടിൻ്റെയും നീര് അല്പാൽപമായിട്ട് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം സവനപ്പും ഷുഗർ സിറപ്പൊക്കെ നമുക്ക് വരാനുള്ളതാണ്. അപ്പോൾ ഓറഞ്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തു, രണ്ടാമത് മുസമ്പിയും നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി മൂന്നാമതായിട്ട് അനാറിൻ്റെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നാലാമതായിട്ട് ഗ്രേപ്പിൻ്റെ നല്ല കട്ടിയുള്ള ഗ്രേപ്പിൻ്റെ നീരും വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഷുഗർ സിറപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പുർത്തുക്കാലിൻ്റെ ഒരു 4-5 പീസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നാരങ്ങ, ഓരോ പീസ് ഓരോന്നിലേക്ക് നമുക്ക് ആ നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുക. കുരു പെടരുത്, നീര് മാത്രം പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ബ്ലാക്ക് സാൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സവനപ്പാണ് യൂസ് ചെയ്യുന്നത്. സോഡയും യൂസ് ചെയ്യാം, സവനപ്പാണ് ഒന്നുകൂടി ബെറ്റർ, ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക സവനപ്പിനാണ്. അപ്പോൾ അതും ഈ ഗ്ലാസ് ഫുള്ളാവുന്നത് വരെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൊഞ്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു പുറത്തുകാലിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്ത് 2-3 സ്ട്രോയൊക്കെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഉഷാറാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ മൊഹിറ്റോ ഇവിടെ റെഡിയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.